നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക, പരസ്യങ്ങൾ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന കാര്യം, ഒരു ചാനൽ വിജയിക്കുന്നതും ആ ചാനലിൽ വരുന്ന വാർത്തകൾ പൊതുജന സമൂഹം ഏറ്റെടുക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കൊരു പൈസയുടെ നഷ്ടമില്ല. നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രിപ്ഷൻ ആവും. ഞങ്ങളുടെ ഏത് വീഡിയോസ് നിങ്ങൾ വരും. ഞങ്ങൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ 20 ലക്ഷത്തോളം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്. അതിൻ്റെ ക്ഷേമനിധിയിൽ 3,65,000 പേരുണ്ട്. അങ്കണവാടികൾ 66,000 പേരും, പിന്നെ പെൻഷൻ പറ്റി ഒരു 1 ലക്ഷം പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള 10 ലക്ഷം ആളുകളുടെ പ്രശ്നങ്ങൾ സുഭാഷിതം ഡിജിറ്റൽ ചാനൽ ഏറ്റെടുത്തു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും 10 ലക്ഷം പേരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ പറയുന്നത് വളരെ വളരെ വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, അതീവമായ പ്രതിഷേധത്തോടെയാണ്. ആരാണ് സുഭാഷ് ചന്ദ്രബോസ്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സമാന്തരമായി ജീവിക്കുകയും ബംഗാളിൽ ജനിച്ച സിംഹക്കുട്ടിയായിരുന്ന, പുലിക്കുട്ടിയായിരുന്ന, ഒരു വലിയൊരു സംഭവമായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഒളിച്ചോടി എന്നുള്ള പുസ്തകം എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്ന SCERTയിലെ മുഴുവൻ സംവിധാനത്തെയും ഉടച്ചു വാർക്കണം. എന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു സംവിധാനം? അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 5 പേരെ സസ്പെൻഡ് ചെയ്തു. അവരെ സർവീസിൽ നിന്ന് പറഞ്ഞു വിടണം. എന്താണ് കാര്യം എന്ന് പറയുക? SCERT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ. NCERT ഉള്ളതുപോലെ SCERTയും ഉണ്ട്. നിങ്ങൾ NCERTയുടെ പുസ്തകം എഴുതുന്നവരുടെ ബയോഡേറ്റ് എന്ന് നോക്കണം. വളരെ വലിയ പ്രഗത്ഭരായിട്ടുള്ള, അത് ചിലപ്പോൾ BJP വരുമ്പോൾ BJPക്ക് അനുകൂലമുള്ളതായിരിക്കും, കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമുള്ളവരായിരിക്കും, ഇനി നാളെ CPM വന്നാൽ CPM സഹയാത്രികരായിരിക്കും. പക്ഷേ വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് NCERTയുടെ പുസ്തകം എഴുതുന്നത്. അതിൽ ചിലപ്പോൾ സംഘപരിവാറിൻ്റെയും BJPയുടെ ആശയങ്ങളോ ചിലപ്പോൾ ഭാരതത്തിൻ്റെ കാര്യങ്ങളോ ഒക്കെ കയറി വരും. അത് വേറെ വിഷയം. പക്ഷേ എന്തായാലും അവരാണ് എഴുതുന്നത്. ഇവിടെ എഴുതുന്നത് സാധാരണ സഖാക്കളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ സഞ്ചിയും തൂക്കി നടക്കുന്ന രാമകൃഷ്ണനെ പോലെയുള്ളവരാണ്. രാമകൃഷ്ണൻ എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം. അദ്ദേഹം സാധാരണ ഒരു സ്കൂൾ അധ്യാപകനായി നിന്നിട്ട് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ യജ്ഞത്തിൻ്റെയും വലിയ മനുഷ്യനാണ് ശ്രീരാമകൃഷ്ണൻ. ഞാൻ വേറെ പേരൊന്നും പറയില്ല. കേരള വിദ്യാഭ്യാസത്തെ തകർത്തതിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാൾ കൂടിയാണ് ശ്രീരാമകൃഷ്ണൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയുന്നത്. അങ്ങനെയുള്ള രാമകൃഷ്ണന്മാരെല്ലാം കൂടി ഇരുന്ന് SCERTയുടെ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസ് നാട് വിട്ടുപോയെന്ന്. നാണമില്ലേ, ഉളുപ്പില്ലേ എന്നാണ് ചോദിക്കുന്നത്. ആരാണ് സുഭാഷ് ചന്ദ്രബോസ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് സമാന്തരമായ സേനയുണ്ടാക്കി ജപ്പാനിൽ പോയി, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പോയി, നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്റ്റാച്യുവിലിരിക്കുന്ന, സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന AGS എന്ന് പറയുന്ന ഓഫീസിലിരിക്കുന്ന, അക്കൗണ്ട് ജനറലിൻ്റെ ഓഫീസിലിരിക്കുന്ന സ്ഥലം സ്വന്തമായി ഉണ്ടായിരുന്ന ചെമ്പകരാമൻപിള്ള എന്ന് പറയുന്ന, ഡോക്ടർ ചെമ്പരാമൻപിള്ള എന്ന് പറയുന്ന വളരെ ചെറിയൊരു ചെറുപ്പക്കാരൻ കേരളത്തിൽ നിന്ന് നാട് വിട്ടുപോയി. ആ ചെറുപ്പക്കാരനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജയ് ഹിന്ദ് എന്നുള്ള മുദ്രാവാക്യവും സുഭാഷ് ചന്ദ്രബോസ് എടുക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന് INA ഉണ്ടാക്കുന്നതിന് പ്രേരണമായതും അതുപോലെ INA ഉണ്ടാക്കിയതുമൊക്കെ പിന്നെ ഡോക്ടർ ചെമ്പകരാമൻപിള്ളയുടെയും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള നിരവധി മറ്റുള്ളവരുടെയും സഹായത്തിലാണ്. അദ്ദേഹം വലിയ സേനയുണ്ടാക്കി, സമാന്തരമായി പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചു, ഇന്ത്യ സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് കൊടുത്തില്ല. ഗാന്ധിജിയുടെ മൗനം പലപ്പോഴും അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായതിനു ശേഷം ഗാന്ധിജിയോട് പല ആളുകളും ചോദിക്കുന്നുണ്ട്, എവിടെ സുഭാഷ് ചന്ദ്രബോസ്? ഗാന്ധിജി മനസ്സ് തുറന്നില്ല. ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് 1000 ആദരവുള്ളപ്പോൾ, ലക്ഷക്കണക്കിന് ആദരവുള്ളപ്പോൾ, ഗാന്ധിജി എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോകാനാകില്ല. അതിലൊരു കാര്യമാണ് ഗാന്ധിജി ചെയ്ത സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ മരിച്ചുവെന്നും പിന്നെ ഇന്ത്യയിൽ വന്ന് സന്യാസിയായി ജീവിച്ചുവെന്നും ഒക്കെ പറയുന്ന ഒരുപാട് കഥകളുണ്ട്. ഇന്നും നിഗൂഢമാണ്. ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ കൊന്നത്? മരിച്ചതാണോ? എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വളരെ വലിയ നിഗൂഢമായി നിൽക്കുന്നൊരു വിഷയം. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പുലിക്കുട്ടി, സിംഹക്കുട്ടി, നമ്മൾ തിരുവനന്തപുരം സ്റ്റാച്യുവിലെത്തി പോകുന്നതിനടുത്ത് PMG ജംഗ്ഷനിൽ ഒരു ഗ്യാനി സെയിൽ സിംഗ് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് ഉദ്ഘാടനം ചെയ്ത ഒരു സ്റ്റാച്യു നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളും, കേരളത്തിലെ കുട്ടികളും സിംഹക്കുട്ടികളെപ്പോലെ, പുലിക്കുട്ടികളെപ്പോലെ വളരാൻ പഠിക്കേണ്ടുന്ന മാതൃക, ഉത്തമ പുരുഷോത്തമനായ വിപ്ലവകാരിയെ, സ്വാതന്ത്ര്യ സമര വിപ്ലവകാരിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന, എന്നാൽ അതിനകത്ത് അത് വഴിതെറ്റി പോകുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്ത ഇന്ത്യയുടെ പോരാളി, ഇന്ത്യൻ ജനതയുടെ ആവേശ ഊർജം, അത് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവണം. ഇവിടെ 5 ഊത്ത അധ്യാപകരിരുന്നിട്ട് ഇവർക്കൊക്കെ ആരാ B.Ed കൊടുത്തത്? ആരാണ് ഈ അധ്യാപകരെയൊക്കെ നിയമിച്ചത്? എല്ലാവരെയും ഡിസ്മിസ് ചെയ്ത് കളയണം. ആ സംവിധാനം ഉടച്ചു മാർക്കണം. SCERT എന്ന് പറയുന്ന അവിടെ കുറേ വായി നോക്കികൾ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, സോറി ടു സേ, കുറേ വായി നോക്കികൾ കയറിയിരുന്ന് പുസ്തകത്തിൽ എഴുതി പിടിപ്പിക്കും.
എന്തൊരു ചരിത്രമാണ് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ ഇത്രയും പറഞ്ഞാൽ പോരാ, പിന്നെ ഒരു ഭാഗ്യമുള്ളത് ശിവൻകുട്ടിയെ പോലൊരു മന്ത്രി ഉള്ളതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധയപ്പെട്ട അദ്ദേഹം നടപടിയെടുക്കുന്നു. അദ്ദേഹം പാവമാണ്, ഞാൻ പല കാര്യങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം വളരെ പാവമാണ്. പക്ഷേ അദ്ദേഹത്തിനൊരു സപ്പോർട്ടില്ല. ഈ സഹാക്കളും പരിഷത്തുകാരും എല്ലാം കൂടി കയറി മേഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തെ നാശക്കോട്ടയായി കല്ലിലടിച്ച പൂക്കുലവാക്കിലാക്കി SCERT വളരെ നല്ല രീതിയിൽ സമുചിതമായി SCERT ഉടച്ചു വാർക്കണം. ഇവിടെ എന്തെങ്കിലും ഗവേഷണം നടക്കുന്നുണ്ടോ? നെറ്റിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നുമൊക്കെ യൂട്യൂബിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ അടിച്ചെടുത്ത് അതിനെ ബുക്കാക്കി കുത്തിക്കെട്ടി പിള്ളേർക്ക് കൊടുക്കുന്നതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മൗണ്ട് സെൻട്രാമിൽ നിന്ന് ചിറാപുഞ്ചിയിൽ നിന്ന് മഴ പോയി മൗണ്ട് സെൻട്രാമിലേക്ക് പോയതിനു ശേഷവും ചിറാപുഞ്ചിയിലാണ് മഴയെന്ന് പുസ്തകം എഴുതുന്ന ഒരുപാട് SCERTയിലിരിക്കുന്ന കോമാളികളെ അറിയാം. ഇതിനെല്ലാം പിരിച്ചുവിട്ടിട്ട് അതൊരു ഗവേഷണ സ്ഥാപനം, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ടെക്നിക്കൽ എന്നൊക്കെ എന്തോ മറ്റാണ് അതിൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ എന്ത് ഗവേഷണമാണ് അവിടെ നടക്കുന്നത്? എന്തുകൊണ്ട് ഭൂമിശാസ്ത്രം കുട്ടികൾക്ക് ഇത്രയും പ്രയാസമാകുന്നു? എന്തുകൊണ്ട് കണക്ക് ഇത്രയും പ്രയാസമാകുന്നു? എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഇത്രയും പ്രയാസമാകുന്നു? അതിനുള്ള ഗവേഷണം നടക്കണം. ആ ഗവേഷണം നടത്തുന്നതിന് പകരം ഇങ്ങനെ കുറേ സഖാക്കളെയും പരിഷത്തുകാരെയും വഴിയെ പോണവരെയും റെക്കമെൻഡ് ചെയ്യുന്നവരെയും ജാതിക്കാരെയും മതക്കാരെയും ഒക്കെ കുത്തി നിറച്ച് സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവരെ ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യൻ ജനത പുറക്കില്ല, കേരള ജനത പുറക്കില്ല. തിരുത്തിയത് വളരെ നല്ലത്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഹുരുദാം ബോസിൽ തുടങ്ങി 13 വയസ്സിൽ ബ്രിട്ടീഷുകാരോട് പോരടിച്ച് 18-ാം വയസ്സിൽ തൂക്കിലേറിയ ഹുരുദാം ബോസ് മുതൽ സുഭാഷ് ചന്ദ്രബോസ് വരെ ഉള്ളവർ നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. ഉളുപ്പില്ലാതെ അണ്ടിപ്പരിപ്പും ചിക്കനും കഴിച്ചുകൊണ്ട് ചിക്കൻ കാലും വലിച്ചുകൊണ്ടിരുന്ന് അബദ്ധങ്ങൾ എഴുതുന്ന അബദ്ധ ജഡിലങ്ങളെ നിങ്ങളും അധ്യാപകരാണെന്ന് പറയുന്നതിൽ ഞങ്ങളുടെ ചാനലിൽ വലിയ പ്രതിഷേധമുണ്ട്. നാണക്കേടാണ്. ഈ പണി മതിയാക്കി മറ്റു പണികൾക്ക് പോവുക.